മലയോര ജനതയുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനും 3 വർഷത്തെ സർക്കാർ നടപടികൾക്കും ശേഷം ഭൂപതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഭാഗിക പരിഹാരമാകുന്നു. പതിച്ചു നൽകിയ ഭൂമിയിലെ പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കുവാനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന ഓൺലൈൻ മൊഡ്യൂൾ ഇന്നലെ മുതൽ പ്രവർത്തന സജ്ജമായി. അതേസമയം പട്ടയഭൂമിയിലെ പുതിയ ഗാർഹികേതര നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്ന രണ്ടാമത്തെ ചട്ടം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നലെ മുതലാണ് അപേക്ഷകൾ സ്വീകരിക്കുവാനുള്ള ഓൺലൈൻ മൊഡ്യൂളിന്റെ പ്രവർത്തനം സജ്ജമായത്. www.kerala.rc.gov.in എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ചട്ടലംഘനങ്ങളുടെ സ്വഭാവം, കെട്ടിടങ്ങളുടെ വിസ്തീർണം എന്നിവ അനുസരിച്ച ഫോം എ, ബി, ഡി എന്നിവയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോം എ, ബി എന്നിവയിലുള്ള അപേക്ഷകൾക്ക് 10 രൂപയും ഫോം ഡി പ്രകാരമുള്ള അപേക്ഷകൾക്ക് 100 രൂപയുമാണ് ഫീസ്. 2024 ജൂൺ 7 വരെയുള്ള ചട്ടലംഘനങ്ങളാണ് അപേക്ഷ സ്വീകരിച്ച് ക്രമവൽക്കരിക്കുന്നത്. എന്നാൽ പട്ടയഭൂമിയിലെ പുതിയ ഗാർഹികേതര നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്ന രണ്ടാമത്തെ ചട്ടം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ ചട്ടം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഭൂപതിവ് നിയമ ഭേദഗതിയുടെ പ്രയോജനം പൂർണ്ണമായി പട്ടയ ഉടമകൾക്ക് ലഭിക്കുക. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.